നടികർ തിലകർ, മലയാളി ഫ്രം ഇന്ത്യ, പവി കേട്ടേക്കർ, ആവേശം, വർഷങ്ങൾക്ക് ശേഷം, മഞ്ഞുവൽ ബോയ്സ് എന്നീ സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യ കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം. ടൊവിനോ തോമസ് സിനിമയെ നടികർ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു? സിനിമ കേരളത്തിന് ആദ്യ ദിവസം 1.44 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ നാലാമത്തെ ഹയസ്റ്റ് ഒരു കളക്ഷൻ നേടിയ സിനിമയായി മാറിയിരിക്കുകയാണ് ഓപ്പണിംഗിൽ ടൊവിനോ തോമസിന്റെ പേരിൽ നടികർ തിലകർ. ടോപ്പിൽ നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ തല്ലുമാല സിനിമയാണ്. കാരണം ആ സിനിമ ഓപ്പണിങ്ങിൽ ഓൾമോസ്റ്റ് 3.51 കോടിയാണ്. ഈ സിനിമ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് 4ാം സ്ഥാനമാണ് നടികർ, 1.45 കോടി. നമ്മുടെ അന്വേഷിപ്പിയും കണ്ടെത്തും എന്ന സിനിമയുടെ ഓപ്പണിംഗ് തകർത്തിട്ടാണ് ഈ സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷൻ നിൽക്കുന്നത്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ കൂടുതൽ കളക്ഷൻ വേണമെങ്കിൽ നല്ല രീതിയിൽ റെസ്പോൺസ് നേടിയെടുക്കുന്നതിന് വേണ്ടി വരും ഇനിയുള്ള ദിവസങ്ങളിൽ. എന്നാലേ സിനിമയ്ക്ക് പിടിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യൻ്റെ കളക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് ഓൾമോസ്റ്റ് 1.53 crore നേടിയെടുത്തിരിക്കുന്നത്. രണ്ടാം ദിവസം എത്തുമ്പോൾ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 3.76 കോടിയാണ്. അങ്ങനെ 2 ദിവസം പിന്നിടുമ്പോൾ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 8.26 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഒഫീഷ്യൽ പോസ്റ്റർ ഇപ്പോൾ മാജിക് ഫ്രെയിംസിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നലെയോടെ സിനിമ 8.26 കോടി കംപ്ലീറ്റ് ആയി എന്ന രീതിയിൽ. അതുമാത്രമല്ല, മലയാളി ഫ്രം ഇന്ത്യക്ക് നല്ല റെസ്പോൺസ് തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനിൽ സിനിമ ആദ്യ ദിവസം ഓൾമോസ്റ്റ് 3.35 കോടി വരെ നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെയും ഓവർസീസ് കളക്ഷനൊക്കെ ചെറിയ രീതിയിൽ വന്നുകൊണ്ടാണ് സിനിമയ്ക്ക് 4.5 കോടി സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ഫസ്റ്റ് ഡേ നേടിയെടുക്കാൻ സാധിച്ചത്. എന്തായാലും സിനിമയുടെ കൂടുതൽ കളക്ഷനായിട്ട് കാത്തിരിക്കാം. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമേൻ്റെ 22 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് പരിശോധിക്കാം. സിനിമേൻ്റെ 22 ദിവസത്തെ നെറ്റ് ഇന്ത്യൻ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 25 ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസിൽ സിനിമ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഇതുവരെയായിട്ട് 43.4 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. 22 ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 80 കോടി ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലോട്ടാണ് സിനിമ പോകുന്നത്. അത് മാത്രമല്ല, സിനിമ 22 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 36.75 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആവേശം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കുറവ് കളക്ഷൻ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു മെഗാ ബ്ലോക്ക് ബസ്റ്ററിലോട്ടുള്ള ഒരു മുന്നേറ്റം ഇല്ലെങ്കിൽ പോലും നല്ലൊരു ഹിറ്റായ ഒരു വെഞ്ചറാണ് ഈ സിനിമ ഉന്നം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത പവി കേട്ടേക്കർ എന്ന സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റ് ആണ്. സിനിമേൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിനിമ 10 കോടി നേടിയെടുത്തിരിക്കുകയാണ്. സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമേൻ്റെ ഇന്നലത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ മെയ് 3-ാം തീയതി കളക്ഷൻ ഒന്ന് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ സിനിമ കേരളത്തിൽ നിന്ന് 20 ലക്ഷമാണ് നേടിയെടുത്തിരിക്കുന്നത്. പവി കേട്ടേക്കറിൻ്റെ സിനിമ ഇന്നലത്തെ കളക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ കളക്ഷൻ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ വെച്ച് നോക്കുമ്പോൾ. ആവേശം സിനിമയുടെ കളക്ഷനിലോട്ട് വരാം നമുക്ക്. ആവേശം സിനിമ ഇതേ സമയം ഇന്നലെ മെയ് 3-ാം തീയതി 1.2 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ നെറ്റ് കളക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ അന്നേ ദിവസം സിനിമ 1.35 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ സിനിമ ഇതുവരെയായിട്ട് 86.25 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് സിനിമ ഓൾമോസ്റ്റ് ഇപ്പോൾ 22 ദിവസം പിന്നിടുമ്പോൾ സിനിമ ആവേശം എന്ന സിനിമ 67 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമ 136 കോടി കടന്നിട്ടാണ് സിനിമയുടെ കളക്ഷൻ വൈസ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു ബ്ലോക്ക് ബസ്റ്ററിലോട്ട് പോകാൻ ചാൻസ് കുറവാണ്. കാരണം ഇനി സിനിമ OTT റിലീസിന് പോവുകയാണ് ആമസോൺ പ്രൈം വീഡിയോയിൽ. സിനിമയുടെ OTT അപ്ഡേറ്റ് കേട്ടില്ലേ? എന്നാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക, സിനിമയുടെ OTT അപ്ഡേറ്റിൽ ലിങ്ക് കൊടുക്കാൻ വേണമെങ്കിൽ. മഞ്ഞുവൽ ബോയ്സ് എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. നമുക്ക് സിനിമേൻ്റെ ഫൈനൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ എന്തായാലും സിനിമ നാളെ തിയേറ്റർ റിലീസിന് ശേഷമുള്ള OTT റിലീസിന് കൈമാറുകയാണ് Disney+ ഹോട്ട്സ്റ്റാറിലൂടെ മെയ് 5-ാം തീയതി, നാളെ ഞായറാഴ്ചയോടെ. ഇതുവരെ വന്നതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയും കൂടിയാണ് നമ്മുടെ ഈ വർഷം വന്നതിലെ മഞ്ഞുവൽ ബോയ്സ് എന്ന സിനിമ. കാരണം സിനിമ നേടിയെടുത്തിരിക്കുന്നത് 241.10 കോടിയാണ് ഇതുവരെയായിട്ട്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ടാണ് സിനിമ 72.2 കോടി നേടിയെടുത്തിരിക്കുന്നത്. കർണാടക ഭാഗത്ത് നിന്ന് സിനിമ ഓൾമോസ്റ്റ് 15.85 കോടിൻ്റെ അടുത്ത് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. തമിഴ്നാട് ഭാഗത്തു നിന്നാണ് കുറച്ചും കൂടിയും കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കർണാടക വെച്ച് നോക്കുമ്പോൾ. കാരണം അവിടെ നിന്ന് മാത്രം സിനിമയ്ക്ക് 63 കോടിയാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. മറ്റ് ഭാഗത്തു നിന്ന്, മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ ഇന്ത്യയിൽ നിന്ന് മാക്സിമം ആയിട്ട് സിനിമയ്ക്ക് 2.66 കോടിയാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് സിനിമ ഓൾമോസ്റ്റ് 167.65 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഓവർസീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ UAE, നോർത്ത് അമേരിക്ക, UK, അയർലാൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, യൂറോപ്പ് എന്നീ ഭാഗത്തെ കളക്ഷനൊക്കെ ഓവർസീസിൽ നോക്കുകയാണെങ്കിൽ 73.45 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഇപ്പോൾ 241.10 കോടി പിന്നിട്ടിരിക്കുകയാണ്. എന്തായാലും മികച്ചൊരു കളക്ഷനിലോട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും ഇതുവരെ വന്നതിൽ ഏറ്റവും കൂടുതൽ ഗ്രൂസിങ് കളക്ഷൻ നേടിയ മലയാള സിനിമയും കൂടിയാണ്, അല്ലെങ്കിൽ മോളിവുഡിലെ സിനിമയും കൂടിയാണ് നമ്മുടെ മഞ്ഞുവൽ ബോയ്സ് എന്ന സിനിമ.
നാളെ മെയ് 5-ാം തീയതി സിനിമ OTT റിലീസ് ചെയ്യും നമ്മൾ ഡിസ്നിയിലൂടെ. എന്തായാലും നമുക്ക് ഈ സിനിമയുടെ OTT റിലീസ് ആയിട്ട് കാത്തിരിക്കാം. കൂടുതൽ സിനിമ കളക്ഷൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.